നമ്മുടെയൊക്കെ കരിയറുമായി ബന്ധപ്പെട്ട രസകരമായിട്ടുള്ളൊരു കഥ പറയാം. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 പേരുണ്ടായിരുന്നു. ഒരാൾ നമ്മുടെ നാട്ടുകാരനായ അനീസും, അതേപോലെ തന്നെ വേറൊരാൾ ഒരു പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു അഹമ്മദും. ഇങ്ങനെ 2 പേരാണ് ഈ കഥയിലെ നായകന്മാർ. അപ്പം ഞാനൊരു ദിവസം അനീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനീസെ നിനക്ക് നമ്മളൊരു പ്രൊമോഷൻ തരാൻ പോകണം. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് അനീസ്. മൊത്തം വർക്ക് ലോഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വർക്ക് ലോഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഈ അനീസ്. അപ്പോൾ അനീസിനോട് പറയാണ്, അനീസെ ഒരു പ്രൊമോഷൻ തരാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അനീസ് പറഞ്ഞു, സാറേ പ്രൊമോഷൻ തന്നിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് ഇനിയും ഇതേപോലെയൊക്കെ ഞാൻ വർക്ക് ചെയ്തോളാം, പ്രൊമോഷനൊന്നും കണ്ടിട്ടല്ല സാറേ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അനീസ് പറഞ്ഞു. അതേ സമയത്ത് നമ്മുടെ അഹമ്മദിനോട് ഇതേ കാര്യം പറഞ്ഞപ്പോൾ അഹമ്മദ് വേറെ രീതിയിലാണ് പ്രതികരിച്ചത്. അഹമ്മദ് പറഞ്ഞു, പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങളൊന്ന് പ്രൊമോഷൻ തന്നു നോക്ക് എന്നുള്ള രീതിയിലാണ് അഹമ്മദ് സംസാരിച്ചത്. അപ്പോൾ ഇത് രണ്ടും 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്നത് അഹമ്മദ് പറഞ്ഞിട്ടുള്ള ആ പ്രതികരണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെയൊക്കെ നാട്ടുകാർക്ക് അമിതമായിട്ടുള്ളൊരു വിനയുണ്ട് ഓഫീസുകളിലും ജോലി സ്ഥലങ്ങളിലൊക്കെ. അത് പലപ്പോഴും അവരുടെ ഗ്രോത്തിനെ ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വിനയം ഉള്ള ആളുകളെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും പിന്നെ കാലങ്ങൾ കൊണ്ട് അവർ കുറേശ്ശെയൊക്കെ ആയിട്ട് വളരുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. എന്നാൽ പെട്ടെന്നുള്ള വളർച്ച, വളരെ പെട്ടെന്ന് തന്നെ ഒരു ലീഡർഷിപ്പ് കാണിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ രണ്ടാമത് പറഞ്ഞ അഹമ്മദിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കാണ് കാണാറുള്ളത്. കാരണം അതൊരു കോൺഫിഡൻസ് ആണ്. അതൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് പറയുമ്പോൾ, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പറയാണ്, നിങ്ങളെനിക്ക് പ്രൊമോഷൻ തരൂ, ഞാൻ കൂടുതൽ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ അത് ആ പ്രൊമോഷൻ ഓഫർ ചെയ്യുന്ന ആൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. മാത്രമല്ല അതാണ് വളരെ പ്രോമിസിങ് ആയിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ ഞാൻ ഒരിക്കൽ അനീസിനെ വിളിച്ച് പറയുകയും ചെയ്തു, അനീസെ ഇങ്ങനെയല്ല നമ്മളൊരു പ്രൊമോഷൻ തരാമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയല്ല നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പിന്നെ ഓർമ്മ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടത് കൂടിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ വേറൊരു വീട്ടിലേക്കൊക്കെ ഒരു വിരുന്നിന് പോവുക, അല്ലെങ്കിൽ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർ ചായ വേണമെന്ന് ചോദിക്കും. ചായ ഒന്നും വേണ്ടെന്ന് പറയും. എന്തെങ്കിലും കടി എടുത്തുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നുള്ള രീതി അങ്ങനെ നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സംസ്കാരങ്ങൾ കൂടിയിട്ട് നമ്മുടെ ഇത്തരം അമിത വിനയത്തിൻ്റെ ഒക്കെ കാരണമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞു. പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ AI ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഏത് രീതിയിലാണ് ഇനി ഈ വർക്ക് ലൈഫുകളൊക്കെ മുന്നോട്ട് പോകുക എന്ന് പോലും അറിയില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രൊമോഷനെ കുറിച്ചൊക്കെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ മാനേജർ നിങ്ങൾക്ക് ഒരു അഡ്വൈസൊക്കെ തരുമ്പോൾ അതൊക്കെ വളരെ ആത്മവിശ്വാസം കാണിക്കുക. ഓക്കെ, ഐ ഗെറ്റ് ഇറ്റ്, ഐ ടേക്ക് ഇറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം കാണിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകും.